ഒമ്പതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ഭക്ഷണവും ആരോഗ്യവും എന്ന അവസാനത്തെ പാഠഭാഗത്തിൻ്റെ ആശയം ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ഹെലേന നോർബർഗ് എഴുതിയ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ എന്ന ലേഖനത്തിൻ്റെ തർജ്ജമയാണ് ഭക്ഷണവും ആരോഗ്യവും എന്ന പാഠഭാഗം. MP പരമേശ്വരനാണ് ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്ന് പറയാറുണ്ട്. ആഹാരമായിരിക്കട്ടെ നിങ്ങളുടെ ഔഷധം, ഔഷധം നിങ്ങളുടെ ആഹാരവുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് ആരോഗ്യത്തെ നിർവചിക്കുന്നു. മാറിയ ജീവിത സാഹചര്യങ്ങളിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മുടെ ആരോഗ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതശൈലികളും തൊഴിൽ രീതികളും നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ സ്വാധീനിക്കുന്നു. ലോകത്താകമാനം ഭക്ഷ്യരംഗത്ത് വന്ന മാറ്റം മനുഷ്യൻ്റെ ഭക്ഷ്യ സംസ്കാരത്തെയും ആരോഗ്യത്തെയും ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത്തരം പഠനങ്ങളെ മുൻനിർത്തി മനുഷ്യൻ്റെ മാറിയ ജീവിത സംസ്കാരത്തെ വിലയിരുത്തുകയാണ് ഈ ലേഖനം. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ മാംസ്യം, അന്നജം, കൊഴുപ്പ്, ജീവകങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയിരിക്കണം. നമ്മുടെ പ്രദേശങ്ങളിൽ ഓരോ കാലത്തും വളരുന്നതും കിട്ടുന്നതുമായ പഴങ്ങളും പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും ശരിയായ പോഷണം ശരീരത്തിന് നൽകുന്നു. അതേ അളവിലുള്ള അധ്വാനവും കൂടിയാകുമ്പോൾ മനുഷ്യൻ്റെ ഊർജ്ജനില ക്രമപ്പെടുന്നു. എന്നാൽ ഇന്ന് മനുഷ്യന് കായികമായ അധ്വാനം കുറവാണ്. പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണ വസ്തുക്കളേക്കാൾ കൂടുതലായി കൃത്രിമമായി ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൃത്രിമമായ വളങ്ങളും മറ്റും ചേർത്തുണ്ടാക്കുന്ന പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, കൃത്രിമമായുള്ള എണ്ണകൾ, നിറങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് പദാർത്ഥങ്ങൾ എന്നിവയോടെല്ലാമാണ് നമുക്ക് ഏറെ പ്രിയം. വളർന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി ഏത് പ്രായത്തിലുള്ളവരുടെയും ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കുന്നു. ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവില്ല എന്ന് ഈ പാഠഭാഗത്തിലൂടെ ലേഖകൻ പറഞ്ഞു വയ്ക്കുന്നു.